വിൻറ്റേജ് സിനിമകളിലെ സ്പെഷ്യൽ ഇഫക്റ്റുകൾ കാണാൻ തന്നെ നല്ല ചേലാണ്. പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അന്ന് ചെയ്ത വർക്കുകൾ കാണുമ്പോഴാണ് ഇന്ന് കോടികൾ മുടക്കിയിട്ടും നിലവാരമില്ലാത്ത VFX ഉപയോഗിച്ച് സിനിമ എടുക്കുന്നവരെ കാണുമ്പോൾ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ചില ക്ലാസിക് സിനിമകളിലെ സ്പെഷ്യൽ ഇഫക്റ്റുകൾ എങ്ങനെ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ സിനിമ 1901 ഇറങ്ങിയ ദ മാൻ വിത്ത് ദ റബ്ബർ ഹെഡ്. സ്പെഷ്യൽ ഇഫക്റ്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോർജ് മെലിയസിന്റെ ചിത്രമാണ് ഇത്. വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണെന്ന് ഓർക്കണം. അന്ന് ഇത് എങ്ങനെയാണ് സംവിധായകൻ ചെയ്തതെന്ന് നോക്കാം. മൾട്ടിപ്പിൾ എക്സ്പോഷർ എന്ന ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് മൾട്ടിപ്പിൾ എക്സ്പോഷർ എന്ന് നോക്കാം. ഒരു ഫിലിം റോളിൻ്റെ ഒരു ഫ്രെയിമിലേക്ക് ഒന്നിലധികം ചിത്രങ്ങൾ പതിപ്പിക്കുമ്പോഴാണ് മൾട്ടിപ്പിൾ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ഫിലിം ക്യാമറകൾക്കും ഒന്നിലധികം എക്സ്പോഷറുകൾക്കുള്ള ഒരു ബിൽഡ് ഇൻ മെക്കാനിസം ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഫിലിമിനെ മുന്നോട്ട് നീക്കാതെ തന്നെ ഒരു ഷോട്ട് എടുക്കാനും റീസെറ്റ് ചെയ്യാനും സഹായിക്കുന്നു. തുടർന്ന് അതേ ഫ്രെയിമിൽ മറ്റൊരു ഇമേജ് എടുക്കും. ഇവിടെ ചിത്രത്തിൽ ആദ്യം തലയില്ലാത്ത ഭാഗം ചിത്രീകരിച്ച ശേഷം ക്യാമറയിൽ ഫിലിം റീവൈൻഡ് ചെയ്ത് വീണ്ടും പ്രവർത്തിപ്പിച്ചു. അപ്പോൾ തലയുടെ ഭാഗം കൂട്ടിച്ചേർത്തു. വളരെ മനോഹരമായ ഈ ഷോട്ടിന് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലം വളരെയധികം സഹായകമായിട്ടുണ്ട്. സൂം ലെൻസുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് തല വലുതാക്കിയും ചെറുതാക്കിയുമുള്ള ഈ സിനിമ മാജിക്. 1936 ഇറങ്ങിയ സാൻ ഫ്രാൻസിസ്കോ എന്ന ചിത്രമാണ് ചരിത്രത്തിലെ ആദ്യ ബിഗ് ബജറ്റ് ദുരന്ത ചിത്രം. ചിത്രത്തിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് വളരെ റിയലിസ്റ്റിക് ആയി കാണിച്ചിരിക്കുന്നു. മിനിയേച്ചറുകളും റിയർ പ്രൊജക്ഷനും മാറ്റ് പെയിന്റിങ്ങുകളും എല്ലാം ഉപയോഗിച്ച് MGM സൗണ്ട് സ്റ്റേജുകളിലാണ് സിനിമ ചിത്രീകരിച്ചത്. ആയിരത്തി 1942 ചിത്രം ദി പാം ബീച്ച് സ്റ്റോറിയിൽ പ്രശസ്ത VFX വിദഗ്ധനായ ടോഡ് വസീരിക്ക് വരെ ഉത്തരം കിട്ടാത്ത ഒരു വിഷ്വൽ എഫക്റ്റ് ഉണ്ട്. ചിത്രത്തിൽ ഇരട്ടകളെ കാണിക്കുന്ന രംഗമുണ്ട്. ഒറ്റ ഷോട്ടിൽ ഇതെങ്ങനെ സാധിച്ചു എന്നത് ഇന്നും അവ്യക്തമായ ഉത്തരമാണ്. ഇതൊരു തരത്തിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ആയിരിക്കാമെന്ന് സംശയമുണ്ട്. എന്നാൽ വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇന്ന് ഒരു മുഴുനീള ചിത്രം ഇരട്ടകളെ കഥാപാത്രമാക്കി ചെയ്യാൻ സാധിക്കും. VFXും ഡ്യൂപ്പും എല്ലാം സഹായകമാണ്. ഐഡന്റിറ്റിക്കൽ ട്വിൻസിനെ വെച്ച് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാം. എന്നാൽ ഇതൊക്കെ അന്ന് ചെയ്തവരുടെ തല സമ്മതിക്കണം. 1968 സ്പേസ് ഒഡീസി എന്ന ചിത്രത്തിൽ ഒരു ട്രിപ്പി സ്പേസ് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ കുറച്ച് കണ്ണാടികളും വിവിധ ദൃശ്യങ്ങളുള്ള ഒരു സീനും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്ന എഫക്റ്റ്. എന്നാൽ അത് അത്ര നിസ്സാരമായ കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇതിനെ സ്ലിറ്റ് സ്കാൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. ഡഗ്ലസ് ട്രംബിൾ ആണ് ഇത് സൃഷ്ടിച്ചത്. ഒരു 3D ഫീൽ കിട്ടുന്നതിനായി ഈ രംഗം സൃഷ്ടിക്കാൻ ഒരു മെഷീൻ തന്നെ ട്രംബിൾ ഉണ്ടാക്കിയെടുത്തു. മെഷീനിൽ ക്യാമറ സ്ഥാപിക്കും. വിടവുള്ള ഒരു കറുത്ത ഭിത്തിയിലേക്ക് ക്യാമറ പതുക്കെ നീക്കുന്നു. സ്ലിറ്റിന് പിന്നിൽ ഒരു ബാക്ക് ലൈറ്റ് കലാസൃഷ്ടി വയ്ക്കുന്നു. അത് ഒരു വശത്തേക്ക് നീങ്ങുമ്പോൾ ക്യാമറയുടെ ഷട്ടർ തുറക്കുന്നു. അങ്ങനെ ഇത് ഒരു ലൈറ്റ് സ്ട്രീക്കുകൾ സൃഷ്ടിക്കുന്നു. ഒരു നീണ്ട എക്സ്പോഷർ ഷോട്ട് ഉണ്ടാക്കുന്നു. ദി ഷൈനിങ് എന്ന 1980 ചിത്രത്തിൽ ഒരു മേസിൻ്റെ മോഡലുണ്ട്. ചിത്രത്തിലെ 2 കഥാപാത്രങ്ങളായ വെൻഡിയും ഡാനിയും ആ മേസിൻ്റെ മധ്യത്തിൽ നടക്കുന്നത് നായകൻ നിക്കോളിൻ്റെ വീക്ഷണത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സീനാണ്. ഇതിനായി അവർ ചെയ്തത് മേസിൻ്റെ മധ്യഭാഗം മാത്രം ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ സെറ്റിട്ടു. അതിൽ വെൻഡിയെയും ഡാനിയെയും അവിടെ നടത്തിച്ചു. ഈ ഷോട്ടുകൾ പിന്നീട് മിനിയേച്ചറിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ കൂട്ടിച്ചേർത്തു. വളരെ സിമ്പിളും എന്നാൽ ബുദ്ധിപരവുമായ ഷോട്ട്. 1981 എസ്കേപ്പ് ഫ്രം ന്യൂയോർക്ക് എന്ന ചിത്രത്തിൽ ഒരു വിർച്വൽ മാപ്പ് സൃഷ്ടിക്കുന്ന രംഗമുണ്ട്. കമ്പ്യൂട്ടർ അനിമേഷൻ അന്ന് വളരെ ചിലവുള്ള ഒന്നായിരുന്നു. ഇപ്പോഴും സിനിമകളിൽ CGI വർക്കിന് കോടികൾ ചിലവുണ്ട്. ചെറിയ ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് CGI ചെയ്യുക എന്നത് ഇന്നും അസാധ്യമായ കാര്യമാണ്. എന്നാൽ അന്ന് ഈ രംഗം ചിത്രീകരിക്കാൻ ചെയ്തത് ചെറിയൊരു ടെക്നിക്കാണ്. സംവിധായകൻ ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു മിനിയേച്ചർ നിർമ്മിച്ചു. എല്ലാ ബിൽഡിങ്ങിനും കറുത്ത നിറം കൊടുത്തു. അരികുകൾക്ക് മാത്രം വെളുത്ത പെയിന്റ് അടിച്ചു. ഈ ലൈനുകളിൽ റിഫ്ലക്റ്റിംഗ് ടേപ്പ് ഒട്ടിച്ചു. ആ ടേപ്പിലേക്ക് പ്രകാശം കടത്തിവിടുമ്പോൾ ടേപ്പ് റിഫ്ലക്റ്റ് ആകും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ മാപ്പ് രംഗങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ടെക്നിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.